ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത്. അതായത് ഒരു വ്യാപാര സ്ഥാപനം അത് തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്കൊരു ഫേം എന്ന് സിമ്പിളായിട്ട് പറയാവുന്നതാണ്. എന്തായിരിക്കാം ഒരു ഫേം അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ? ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? പണം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇത് തന്നെയാണല്ലോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാം, എ ഫേം ഓർ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗെദർ. ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യണം. എന്തിന്? ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് ഓർ സർവീസസ്. ടു മേക്ക് മണി. പണം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖല തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പല ബിസിനസ്സുകളും പല തരത്തിലുള്ള സൈസിലുള്ളതായിരിക്കാം. ചെറിയ രീതിയിലും ഒരു മിഡിൽ ലെവലിൽ വരുന്നതും ലാർജ് സ്കെയിലായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഓണർഷിപ്പ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതിൻ്റെ സ്ട്രക്ചറിൽ ഘടനയിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഫേം അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പറയാം, അവിടെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് അല്ലേ, സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ. അപ്പോൾ എക്കണോമിക് യൂണിറ്റ് എൻഗേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ ഗുഡ്സോ അല്ലെങ്കിൽ സാധനങ്ങളോ സേവനങ്ങളോ, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡക്ഷനും ഉണ്ട് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഏർണിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളുടെയും നിർമ്മാണവും വിതരണവും ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ യൂണിറ്റുകളെയും നമുക്ക് എന്ത് പറയാം? ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേം എന്ന് പറയാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 3 മാർക്സിന് പഠിച്ചോളാം, വാട്ട് ഈസ് ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും കൃത്യമായ സ്ഥിതിക്ക് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു നേച്ചർ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ നേച്ചർ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അപ്പം മെയിൻ റീസൺ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ? നമുക്ക് എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കണം എന്നൊരു ചിന്തയാണ് അതിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലാഭം നേടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. ഒരുപാട് കഷ്ടതകൾ സഹിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി റിസ്ക് അതിലുണ്ടായിരിക്കും. ഇനി അതിനൊരു കൃത്യമായൊരു ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഉണ്ടായിരിക്കണം. അവിടെ ഒരു ബിസിനസ് പ്രവർത്തനം നടക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ ഉണ്ടായിരിക്കുക. എന്താണ് വിഭവം എന്ന് പറയുന്നത്? നമുക്ക് ആവശ്യത്തിനുള്ള പണം ഉണ്ടായിരിക്കണം, മെറ്റീരിയൽ ഉണ്ടായിരിക്കണം, വർക്ക് ചെയ്യാനുള്ള ലേബേഴ്സ് ഉണ്ടായിരിക്കണം, മെഷീനറി ഉണ്ടായിരിക്കണം. അങ്ങനെ അതിനെ സഹായിക്കുന്ന, അതിൻ്റെ ഉൽപ്പാദനത്തിലും വിതരണത്തിനും സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളുമാണ് നമുക്ക് റിസോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും? പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, റിസ്ക് ഉണ്ടായിരിക്കും, ഓണർഷിപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, അത് നടത്തിക്കൊണ്ട് പോകാനുള്ള റിസോഴ്സുകൾ ഉണ്ടായിരിക്കണം. അവിടെ പിന്നെ എന്താണ് ഈ റിസോഴ്സ് യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷനോ ആൻഡ് ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളായിരിക്കും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുക. അതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണല്ലോ. ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ലാഭം ഉണ്ടാവുക, റിസ്ക് ഉണ്ടാവുക, ഓണർഷിപ്പ് ഉണ്ടായിരിക്കുക, റിസോഴ്സ് ഉണ്ടായിരിക്കുക, അതിൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ന് ചുറ്റുവട്ടത്ത് കാണുന്ന ഏതൊക്കെ തരത്തിലുണ്ട് ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബിസിനസ് ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് സേവന മേഖലയായിരിക്കാം, സർവീസ് ബിസിനസ്സുകളായിരിക്കാം. അതായത് ആ സർവീസുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്കില്ല്, നമ്മുടെ ലേബേഴ്സ്, നമ്മുടെ എക്സ്പെർട്ടൈസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എപ്പോഴും നേരിട്ട് കണ്ണിലൂടെ കാണാൻ സാധിക്കുന്നതായിക്കൊള്ളുന്നില്ല. സോ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റുകളായിരിക്കും ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇവിടെ ഇവരുടെ പ്രവർത്തനം, ഈ സ്കില്ലും ലേബറും എക്സ്പെർട്ടൈസും ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന് പകരമായിട്ട് അവർക്ക് ഒരു നിശ്ചിത ഫീസ് കിട്ടിക്കൊണ്ടായിരിക്കും. അപ്പോൾ സർവീസ് ബിസിനസ്സുകളുണ്ട്, മെർക്കൻഡൈസിങ് ബിസിനസ്സുകളുണ്ട്. ഇവിടെ മെർക്കൻഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് അത് ഹോൾസെയിൽ പ്രൈസായിട്ട് നമ്മൾ കുറച്ച് കുറച്ചായി റീറ്റെയിൽ പ്രൈസിൽ അത് വിൽക്കുക. അപ്പോൾ വാങ്ങലും വിൽക്കലും വരുമ്പോൾ അതെന്തായി മാറി? ഇതും ഒരു ബിസിനസ്സാണ്, മെർക്കൻഡൈസിങ് ആയി മാറി. മാനുഫാക്ചറിങ് ഉണ്ട്. ഇവിടെ നിർമ്മാണം നമ്മൾ എവിടുന്നും വാങ്ങുകയല്ല ചെയ്യുന്നത്, പകരം മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യാണ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് കസ്റ്റമർക്ക് ആർക്കാണ് ആവശ്യം അവർക്ക് കൊടുക്കുക. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിന് അതിൻ്റെ ടൈപ്പിൻ്റെ ബേസിസിൽ പറഞ്ഞാൽ സർവീസ് ഉണ്ട്, മെർക്കൻഡൈസിങ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്. സർവീസ് പറഞ്ഞാൽ സേവനം ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് കൊടുക്കുക. മെർക്കൻഡൈസ് ചെയ്യുക പറഞ്ഞാൽ സാധനം വാങ്ങിയിട്ട് വിൽക്കുക.
ഇനി മാനുഫാക്ചറിങ് പറഞ്ഞാൽ സാധനം നമ്മൾ തന്നെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഇതാണ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പിന്റെ ബേസിസിലാണ്. യഥാർത്ഥ ഓണർ ഏതൊക്കെ തരത്തിലാവാം ഒരു ഫേമിന്? ഒന്നില്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ഒരു സ്ഥാപനമായിരിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു ഫോമും ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫോമുമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഓണർഷിപ്പിന്റെ ബേസിൽ ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത്. വൺ പേഴ്സൺ ഓൺസ് ആൻഡ് മാനേജസ് ദ ബിസിനസ്. സ്വന്തമായി നമ്മൾ തുടങ്ങി നമ്മൾ തന്നെ നോക്കി നടത്തി കൊണ്ടുപോവുക. എല്ലാ ഡിസിഷൻ നമ്മളെടുക്കുക, എല്ലാ റിസ്ക്കും നമ്മളെടുക്കുക, എല്ലാ പ്രോഫിറ്റും നമ്മളെടുക്കുക, എല്ലാ ബാധ്യതയും നമ്മൾ ഏറ്റെടുക്കുക. അങ്ങനെ എല്ലാം നമ്മളിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു ഓണർഷിപ്പ് ആണെങ്കിൽ അതിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ സാധ്യമല്ല, അതിനുള്ള ഒരുപാട് റിസോഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ കൂടി അതിൽ ഉൾക്കൊള്ളിക്കും. അവരെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് തുടങ്ങുന്നതാണ് അതിനെ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ എന്ന് പറയാം. അവിടെ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ടായിരിക്കും ഈ ബിസിനസ് നടത്തിക്കൊണ്ടുപോവുക. ഈ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളുകളെ നമുക്ക് പാർട്ട്നേഴ്സ് എന്ന് പറയാം. അങ്ങനെ പാർട്ട്നേഴ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ നമുക്കിടയിൽ എന്തുണ്ടായിരിക്കണം? ഒരു നിശ്ചിത കരാർ ഉണ്ടായിരിക്കണം. കാരണം ഈ പാർട്ട്ണർഷിപ്പിൽ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, അവരുടെ ഡീറ്റെയിൽസ്, അവരെത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു, അവർ എങ്ങനെയാണ് ഇതിൻ്റെ ലാഭം വീതിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ആ കരാറിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ആവുമ്പം ഇതുമൂലം ഉണ്ടാവുന്ന ബാധ്യത അവിടെ അൺലിമിറ്റഡ് ആയിരിക്കും. എല്ലാ പാർട്ട്നേഴ്സിനും അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിലും അതിൻ്റെ ബാധ്യത തീർക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പറഞ്ഞാൽ ഇതിനേക്കാൾ വലുതായിട്ട് ഒത്തിരി ഇൻഡിവിജ്വൽസ് കൂടി ചേർന്ന് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ഇവിടെ ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് പോകണമെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ ക്യാപിറ്റൽ ഒരുപാട് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ റേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. കമ്പനി എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു വ്യക്തി തന്നെയാണ്. നമുക്ക് ജീവനുള്ളൊരു വ്യക്തിയല്ല, പകരം എന്താണ് ആർട്ടിഫിഷ്യലായിട്ട്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് കൃത്രിമമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിയമം നിർമ്മിച്ചെടുത്തിരിക്കുന്ന കൃത്രിമമായ വ്യക്തിയെ തന്നെയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതിന് ഒരു ലോങ് ലൈഫ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഹാസ് ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ അതിന് ലീഗലായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കുക. അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് ഇതിനെയും വേറൊരു വ്യക്തിയായിട്ടായിരിക്കും കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് നിർബന്ധമായിട്ട് ഒരു പേരുണ്ടായിരിക്കും. ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതേപോലെ തന്നെ ആയിരിക്കും ഈ കമ്പനിയുടെ കാര്യങ്ങളും. പക്ഷെ അവിടെ ജീവനുള്ള ഒരു വ്യക്തിയായിട്ട് കമ്പനി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പകരം ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് ബാധകമായിരിക്കും. കാരണം ഇവിടെ മെമ്പേഴ്സിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ദിസ് മീൻസ് ദെയർ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അവർ എത്ര രൂപയാണോ ഈ ബിസിനസ്സിൽ തന്ന് സഹായിച്ചിരിക്കുന്നത് ആ രൂപ വരേക്ക് മാത്രമേ അവർക്ക് ഇതിൽ ബാധ്യത ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ബാധ്യത എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ വേറൊരു മീനിങ് എന്ന് പറയുന്നത് ഇവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആരും കമ്പനി വരുത്തി വയ്ക്കുന്ന കടബാധ്യതയ്ക്ക് പേഴ്സണലി ലയബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ചാൽ നമുക്ക് ഒത്തിരി കമ്പനികൾ അറിയാം. ആപ്പിളിൻ്റെ കമ്പനി, കൊക്കക്കോള, ആമസോൺ, ഇതൊക്കെ വലിയ വലിയ ഭീമൻ കമ്പനികളാണ്. ഇവരെല്ലാം ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഇവരുടെ ഷെയർ പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ ഇവർക്ക് ഒരു രജിസ്റ്റേർഡ് സീൽ ഉണ്ടായിരിക്കും, ഒരു ലോങ് ലൈഫ് ഉണ്ടായിരിക്കും, ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മെമ്പേഴ്സിൽ നിന്ന് ഇവരെ വേർതിരിച്ച് തന്നെ കാണിക്കാൻ സാധിക്കും. ഇവർക്ക് സെപ്പറേറ്റ് ഒരു പേര് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തി നടത്തുന്നത്, രണ്ടാമത്തത് മൂന്ന് വ്യക്തികൾ ചേർന്ന് നടത്തുന്ന പാർട്ട്ണർഷിപ്പ്, മൂന്നാമത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്, നാലാമത്തതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് LLP എന്ന് പറയുന്നത്. ഇതൊരു ഹൈബ്രിഡ് ഫോമാണ്. ഇവിടെ ഓണേഴ്സ് എന്ന് പറയുന്ന അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ അർത്ഥം അവർ ഒരിക്കലും പേഴ്സണലി റെസ്പോൺസിബിൾ അല്ല. ബിസിനസ്സിൻ്റെ കടബാധ്യതകൾക്ക് അവരാരും വ്യക്തിപരമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ലിമിറ്റഡ് ആണ് അവരുടെ ലയബിലിറ്റി. കണ്ടോ പാർട്ട്ണർഷിപ്പിന്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ പാർട്ട്ണർഷിപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് അല്ല, രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ഫോമാണ് LLP എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷനും ഒരു ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും. അവിടെ ഒന്നിലധികം ആളുകൾ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് ഇവിടെ നടത്തുന്നത്. കോമൺ ഗോൾ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും.
അത് സച്ചസ് ഫാമേഴ്സ്, കൺസ്യൂമേഴ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പരസ്പര സഹകരണ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരാൾ വർക്ക് ചെയ്തിട്ടോ എല്ലാവരും ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടോ അതിൻ്റെ എയിം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ എയിം എന്ന് പറയുന്നത് അവിടെ പ്രോഫിറ്റ് ആയിരിക്കില്ല, പക്ഷേ ഒരു മെമ്പറുടെ നീഡ്, ആവശ്യങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഗ്രോസറി കോപ്പറേറ്റീവ്സ്, ഫാർമേഴ്സിൻ്റെ കോപ്പറേറ്റീവ് സ്റ്റോറുകളൊക്കെ ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ഇവിടെ ബിസിനസ് നടക്കും, പക്ഷെ അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നൊരു ലക്ഷ്യമൊന്നും അവിടെ ഉണ്ടാവില്ല. പകരം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ, ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എത്ര തരത്തിൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ബേസിലും ബിസിനസ്സിൻ്റെ ബേസിസിലും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിൻ്റെ ബേസിസിലുള്ളത് നമ്മൾ ഫസ്റ്റ് സർവീസ് പറഞ്ഞു, പിന്നെ മെർക്കൻഡൈസിങ് പറഞ്ഞു, മാനുഫാക്ചറിങ് പറഞ്ഞു. ഓണർഷിപ്പിൻ്റെ ബേസിൽ 5ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്നൊരു 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. അതിൻ്റെ നേച്ചർ ഒരു 3 മാർക്കിന് ചോദിക്കാം. അതിൻ്റെ ടൈപ്പ് 6 മാർക്കിന് ചോദിക്കാം. അതായത് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പിൻ്റെ ബേസിസിലും ടൈപ്പിൻ്റെ ബേസിസിലും അങ്ങനെയായിട്ട് വേണമെങ്കിൽ ചോദ്യം വരാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓണർഷിപ്പിൻ്റെ ബേസിൽ മാത്രമുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് പറയുന്നത് ഒരു ഫേമിൻ്റെ ഉള്ളിലുള്ള ഓർഗനൈസേഷൻ, അതായത് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മളൊരു ടൈപ്പ് ഓഫ് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ആ ഫേമിൻ്റെ ഉള്ളിൽ വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ എ ബിസിനസ് ഈസ് സെറ്റപ്പ് ഇൻറ്റേർണലി ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ ആൻഡ് മാനേജ് ഇറ്റ്സ് ഡെയിലി ആക്ടിവിറ്റി. എങ്ങനെ ഒരു ബിസിനസ് നമ്മൾ സെറ്റപ്പ് ചെയ്യണം, അതിൻ്റെ ഗോൾ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യണം, എങ്ങനെ അതിൻ്റെ ഡെയിലി ആക്ടിവിറ്റി നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി വരുന്നതിനാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. കമ്പനിക്കുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണ്, അതായത് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ എത്ര ആളുകൾ ഇവിടെ ജോലിക്ക് വേണം, എത്ര പണം വേണം, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, എങ്ങനെ അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം. അപ്പോൾ ഒരു കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ തന്നെയാണ്. അതിനെ കൃത്യമായിട്ട് കസ്റ്റമറുടെ നീഡ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു കമ്പനീനെ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷനെ കുറിച്ച് അറിയണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ ഏതൊക്കെ ലെവൽ വരെ ആവാം, നമുക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് അതിലുണ്ടായിരിക്കുക ഇൻറ്റേർണലി. ഒന്ന് മാനേജ്മെൻറ്റ് ലെവൽ ഉണ്ടായിരിക്കും, 2 ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു സ്ഥാപനത്തിനുള്ളിൽ 3 തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഒന്ന് ടോപ്പ് മാനേജ്മെൻറ്റ്, തൊട്ട് താഴെ അതിൻ്റെ മിഡിൽ മാനേജ്മെൻറ്റ്, ഏറ്റവും തൊട്ട് താഴെ ലോവർ മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഇതിലിവിടെ ആരാ ഉണ്ടായിരിക്കുക? ഈ ബിസിനസ്സിൻ്റെ ലീഡേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഡയറക്ടേഴ്സും, അതായത് ഏറ്റവും ടോപ്പിലുള്ള മാനേജ്മെൻറ്റ് മെമ്പേഴ്സ്, ഇവരാണ് ആ സ്ഥാപനത്തിൻ്റെ എല്ലാ സ്ട്രാറ്റജികളും പുതിയ ഡയറക്ഷനും പുതിയ ഡെസിഷനും എല്ലാം എടുക്കുന്നത് എപ്പോഴും ഈ ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. അവരുടെ തൊട്ട് താഴെയായിരിക്കും മിഡിൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഈ മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അവരുടെ താഴെയുള്ള ആളുകളെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെന്താണോ സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ അതിനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ജോലിയാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള മാനേജ്മെൻറ്റിന് വരുന്നത്. അവരായിരിക്കും അതാത് സ്പെസിഫിക് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടത്. ഒരു സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് വിഭാഗം, ഫിനാൻസ് വിഭാഗം, സെയിൽസ്, ഓപ്പറേഷൻ, അങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ടായിരിക്കും. ആ ഓരോ സെക്ഷൻ്റെ ഹെഡുകൾ തന്നെയാണ് ഈ മിഡിൽ മാനേജേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവരെടുത്ത തീരുമാനങ്ങൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തനത്തിനെ കോർഡിനേറ്റ് ചെയ്യുക, സക്സസ്ഫുൾ ആക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ 2ാമത്തെ ലെവലാണ്. ഇവിടുന്ന് ഇവരൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുക? അവരുടെ താഴെയുള്ള പണിക്കാരെ കൊണ്ട്, ലോവർ മാനേജ്മെൻറ്റ്. ഇവരെ ആരാണ്? സൂപ്പർവൈസേഴ്സ് ആണ്, അല്ലെങ്കിൽ ടീം ലീഡേഴ്സ് ആണ്. അവരാണ് ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങളെല്ലാം, ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളെയും വർക്കേഴ്സിനെയൊക്കെ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ഈ ലോവർ മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ മാനേജ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നതാണ് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത്. പിന്നെ അതിലുണ്ടായിരിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മിഡിൽ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകൾ വരുന്ന പോർഷനാണ്. എന്തൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക? അവിടെ വിൽപ്പനയുടെ മാത്രം കാര്യം നോക്കുന്ന സെയിൽസ് ഉണ്ടാവും, എങ്ങനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും, പണം സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടക്കണം ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, നമ്മൾ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും ഉള്ളവരെ നിലനിർത്തുന്നതും റിട്ടയർ ചെയ്യുന്നതും പിരിഞ്ഞു അങ്ങനെ ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് വരുന്ന അവരുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ എൻഹാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്ന ഹ്യൂമൻ റിസോഴ്സിലായിരിക്കും.
പിന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഓരോ റോളുകളും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്താ ചോദിച്ചാൽ അവിടുത്തെ മാനേജ്മെൻറ്റ് ലെവലും ഡിപ്പാർട്ട്മെൻറ്റുകളുമാണ്. മാനേജ്മെൻറ്റ് പറഞ്ഞാൽ 3 തലങ്ങളിലായിട്ടാണ്: ടോപ്പ്, മിഡിൽ, ലോവർ. ഇനി അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാൽ നമുക്കത് ഊഹിച്ചെഴുതാൻ പറ്റും. പർച്ചേസ് ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, HR ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻഡസ്ട്രി എന്താണ്? വ്യവസായം. വ്യവസായത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ഹൗ ബിസിനസ് വിതിൻ ദ ഓർഗനൈസ്ഡ് ആൻഡ് ഹൗ ദേ കോമ്പറ്റ് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് ഒരു ബിസിനസ് മറ്റുള്ള ബിസിനസ്സുമായി കോമ്പറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു വ്യവസായ മേഖലയിൽ അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചറിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടായിരിക്കാം? വ്യവസായമാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്മളെപ്പോലെ തന്നെയുള്ള ബിസിനസ് ചെയ്യുന്ന. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണോ അതുപോലെ തന്നെ 10 ആളുകൾ അതേ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം ഞാനും അവരും ചേരുമ്പോൾ അതൊരു ഇൻഡസ്ട്രിയാണ്. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ആരുണ്ടായിരിക്കും? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ കോമ്പറ്റീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാനുണ്ട്. എന്തൊക്കെയാണ്? നമ്പർ, എത്ര പേര് നമ്മളോട് മത്സരിക്കുന്നുണ്ട് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട്, അവരുടെയൊക്കെ സൈസ് എങ്ങനെയാണ്? സൈസ് ഉദ്ദേശിച്ചത് അവർ നമ്മളോട് കിടപിടിക്കുന്നതാണോ, ചെറിയ ലെവലാണോ, വലിയ ലെവലാണോ എന്നുള്ളത്. അവരുടെ പ്രൊഡക്റ്റ് എന്തൊക്കെ ഓഫറിങ്സ് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റജീസ് കൊണ്ടുണ്ട്, അവരെങ്ങനെയാണ് അവരുടെ ഹൈ ഫിക്സഡ് കോസ്റ്റിനെ എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണ്, നമ്മുടെ എക്സിറ്റ് ബാരിയേഴ്സിൻ്റെ സൈസും നേച്ചറും എങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോമ്പറ്റീറ്ററുമായിട്ട് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ കോമ്പറ്റീറ്ററുണ്ട്, പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. അവരും കോമ്പറ്റീറ്റേഴ്സ് തന്നെയാണ്. ഇനി പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ വരും. കാരണം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്ന ഫേമുകൾക്ക് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് കസ്റ്റമർ ലോയൽറ്റി ഒക്കെ ഉണ്ടായിരിക്കും. കാരണം അവർ കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം പിടിച്ച്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്രാൻഡോ പേരോ ഇമേജോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റോ കസ്റ്റമർ സർവീസ് കൊണ്ടൊക്കെ ഇടം പിടിച്ച ആളുകളായിരിക്കും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്താണ്? സർവീസ് ലിമിറ്റഡ് ഇൻഡസ്ട്രീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഗ്രോത്ത് ബൈ പുട്ടിങ് എ സീലിംഗ് ഓൺ പ്രൈസിങ്. കൃത്യമായിട്ട് അതിന് പകരം വയ്ക്കാൻ സാധിക്കുന്ന അതേ ലൈനിൽ വരുന്ന പ്രോഡക്റ്റുകളും ഉണ്ടായിരിക്കാം. കസ്റ്റമർ പവർ എന്ന് പറയുന്നുണ്ട്. കാരണം എപ്പോഴും കസ്റ്റമേഴ്സാണ് സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ അധികാരമുള്ളത് ഈ ഒരു കാര്യത്തിൽ. കാരണം അവരാണ് അതിൻ്റെ പ്രൈസിനെ നിലനിർത്തുന്നതും താഴേക്ക് കൊണ്ടുവരുന്നതും മോർ സർവീസ് ഡിമാൻഡ് ചെയ്യുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയായിരിക്കും. പിന്നെ സപ്ലയർ പവർ. ഈ സപ്ലയർ ഹാസ് മോർ പവർ. നമുക്ക് സാധനങ്ങൾ തരുന്ന ആളുകൾക്കാണ് കൂടുതൽ പവർ ഉണ്ടായിരിക്കുക. കാരണം അവർക്കാണ് നമ്മുടെ പ്രൈസിനെ എന്ത് ചെയ്യാൻ പറ്റുക? ഇൻഫ്ലുവൻസ് ചെയ്യാനും കൂടുതൽ പ്രോഫിറ്റിലേക്കൊക്കെ എത്തിക്കാൻ സാധിക്കുന്നത്. പിന്നെ റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻസ്. നമ്മളുടെ കോമ്പറ്റീറ്ററുമായിട്ട് എപ്പോഴും ഒരു ശത്രുതാ മനോഭാവം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. നല്ല തികഞ്ഞ ഒരു റൈവൽറി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ കോമ്പറ്റ് ഓൺ ദ ബേസ് ഓഫ് പ്രൈസിൻ്റെ ബേസിസിലായിരിക്കും അങ്ങനെ ഒരു മനോഭാവം ആളുകൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രി അത് ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതുവഴി പ്രോഫിറ്റ് മാർജിനൊക്കെ പുഷ് ഡൗൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താണ് ഒരു വ്യവസായം എന്ന് പറയുന്നത്? വ്യവസായത്തിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ്? അവിടെ കോമ്പറ്റേറ്ററും പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്ററും ഉണ്ടാവും, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും, കസ്റ്റമറും സപ്ലയർക്കും നല്ല അധികാരങ്ങൾ ഉണ്ടായിരിക്കും, അതിൻ്റെ റൈവൽറി ഉണ്ടായിരിക്കാം ഈ എക്സിസ്റ്റിംഗ് കോമ്പറ്റീഷൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു 3 ടോപ്പിക്കുകളാണ്. എന്താണ് സ്ട്രക്ചർ, എന്താണ് കണ്ടക്ട്, എന്താണ് പെർഫോമൻസ്. SCP പാരഡിഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? സ്ട്രക്ചർ വേണമെങ്കിൽ ഒന്ന് നോക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടനയാണ്. ഒരു ഇൻഡസ്ട്രിയുടെ ഘടന എന്ന് പറയുന്നത് ഹൗ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യപ്പെട്ട്, എങ്ങനെയാണ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്, അത് തന്നെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഇൻക്ലൂഡ് ദ നമ്പർ ഓഫ് ഫേംസ് ഇൻ ദ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ എത്ര ഫേം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എത്ര വലുതാണ് അവ ഓരോന്നും, എത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടാണ് പുതിയൊരു ഫേമിന് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് റെഫേഴ്സ് ദ ബിഹേവിയർ ഓർ ആക്ഷൻ ഓഫ് ദ ഫേം വിത്ത് ഇൻ ദ ഇൻഡസ്ട്രി. ആ ഒരു വ്യവസായ മേഖലയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഫേമുകളുടെ ഇടയിലുള്ള പെരുമാറ്റമോ പ്രവൃത്തികളോ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്, ഹൗ ദേ ബിഹേവ്,
എങ്ങനെയാണ് അവ പെരുമാറേണ്ടത്, പെരുമാറ്റച്ചട്ടങ്ങൾ തന്നെയാണ് കണ്ടക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ കമ്പനീസ് മേക്ക് ഡെസിഷൻ, എങ്ങനെയാണ് ഈ ഒരു ഇപ്പോൾ ഒരു സിനിമാ മേഖല, സിനിമാ വ്യവസായം എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ പുതിയ പുതിയ സിനിമകൾ നിർമ്മിക്കുന്ന സമയത്ത് ഓരോ കമ്പനിക്കും എങ്ങനെ ഡെസിഷൻസ് എടുക്കാം, എങ്ങനെയാണ് അത് കോമ്പീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ, എങ്ങനെ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു വ്യവസായത്തിനുള്ളിൽ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നതാണ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പെർഫോമൻസ് ആണ് പിന്നെ മൂന്നാമത്തെ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ കണ്ടക്ട് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് ഹൗ വെൽ ദ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ്സ് കമ്പനീസ് ആർ ഡൂയിങ്, എങ്ങനെ ഈ ഒരു മേഖലയിലൂടെ പല കമ്പനികളും ഇൻഡസ്ട്രികളൊക്കെ നടന്നു പോകുന്നു അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നു. ദിസ് ഇൻക്ലൂഡ് ഹൗ പ്രോഫിറ്റബിൾ, എത്രത്തോളം പ്രോഫിറ്റബിൾ ഉണ്ട് കമ്പനിക്ക്, എന്തോരം ഇന്നോവേഷൻസ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് ഇവയെല്ലാം, ആൻഡ് ഹൗ മച്ച് വാല്യൂ ദേ ആർ പ്രൊവൈഡിങ് ടു കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് എന്തോരം വാല്യൂ ഇവർ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അതിൻ്റെ പ്രകടനമാണ്. പെർഫോമൻസ് പറഞ്ഞാൽ അതിൻ്റെ പ്രകടനം നന്നായിരിക്കുക. പ്രകടനം പറഞ്ഞാൽ അത് ചെയ്യുന്ന പ്രവർത്തികൾ, അതുതന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ SCP എന്താണെന്നുള്ളത് മനസ്സിലായിക്കോളുക. ആ ഒരു പാരഡിഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എഴുതിക്കോളുക, അതിൻ്റെ കണ്ടക്ട് എഴുതിക്കോളുക, ആൻഡ് അതിന് ലാസ്റ്റ് പെർഫോമൻസ് എഴുതിക്കോളാം. അപ്പോൾ ഇനി ഇവിടെ നോക്കേണ്ടത് ജസ്റ്റ് ഈ ഒരു പോയിന്റ് കൂടി, എക്കണോമിക്സിൻ്റെ പ്രാധാന്യം എന്താ, ഇന്നത്തെ നിലവാരത്തിലുള്ളൊരു വേൾഡ് ഓഫ് ബിസിനസ്സിൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ അവിടെയുള്ള പീപ്പിളിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം, എങ്ങനെ കമ്പനീസിനെ ചോയ്സ് മേക്ക് ചെയ്യാൻ പറ്റണം, എങ്ങനെയാണ് മാർക്കറ്റിനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്കണോമിക്സിൻ്റെ പ്രാധാന്യം എന്താണ് ഇന്നത്തെ ബിസിനസ് വേൾഡിൽ, ബിസിനസ് ലോകത്തിൽ എക്കണോമിക്സിൻ്റെ പ്രാധാന്യം എന്താണ് കൃത്യമായി നമുക്കറിയാലോ. സ്മാർട്ട് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഇത് അറിയണം, വേണ്ടേ? എക്കണോമിക്സ് അറിയണം. അതേപോലെ തന്നെ കൃത്യമായി നമ്മൾ ചെയ്യുന്ന ഗുഡ്സും സർവീസിനൊക്കെ നമുക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അവയൊക്കെ എത്രത്തോളം വേണ്ട ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്, അതിനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എക്കണോമിക്സ് ആവശ്യമാണ്. ആൻഡ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് അറിയാൻ എക്കണോമിക്സ് ആവശ്യമാണ്. അതിനെ കോസ്റ്റ്, നമ്മൾ ഇതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് എന്തോരം ചിലവുകളും കാര്യങ്ങളും വരുന്നുണ്ട്, കൃത്യമായിട്ട് അതിനെ കോസ്റ്റിനെ മാനേജ് ചെയ്യണം. എങ്ങനെ എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്ന് അനലൈസ് ചെയ്യുക, എങ്ങനെ ആ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വരുന്നു മനസ്സിലാക്കാനും, വേജ് എത്ര കൊടുക്കണം, എത്ര മെറ്റീരിയൽസ്, എത്ര ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് സ്പെൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കോസ്റ്റ് അറിയാൻ വേണം. റിസ്ക് ഉണ്ടാവില്ലേ, റിസ്ക് മാനേജ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഗവൺമെൻറ് പോളിസി, നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പം ഗവൺമെൻറ് നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ടാക്സ്, താരിഫുകൾ, മിനിമം വേജ് ലോ ഡയറക്റ്റ്ലി ഇമ്പാക്ട് ദ ബിസിനസ്സുകൾ, അതേപോലെ തന്നെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക്സുമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് ഓണേഴ്സിനും മാനേജേഴ്സിനൊക്കെ കൃത്യമായിട്ട് അവയുടെ പോളിസികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അവയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുവഴി അവരുടെ കോസ്റ്റ് കുറയ്ക്കാനും പ്രോഫിറ്റ് കൂട്ടാനും അവരുടെ ഓപ്പറേഷനെ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിലൂടെയാണ്, എക്കണോമിക്സിലൂടെയാണ്. ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ ഒരു രാജ്യത്തോ ഒന്നും ഒതുങ്ങുന്നതായിക്കോളുന്നില്ല. ചിലപ്പോൾ അതും വിട്ട് മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് പോലും ബിസിനസ്സിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക. അതിലൂടെ നമുക്ക് എക്കണോമിക്സ് നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളും കറൻസി എക്സ്ചേഞ്ച് മറ്റുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രൂപ, ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് രൂപയാണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഡോളർ, പൗണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അവയായിട്ട് എങ്ങനെ വിദേശ വിനിമയം ഉണ്ടാവുന്നുണ്ട്, കറൻസി എക്സ്ചേഞ്ച് റേറ്റുകൾ എങ്ങനെയാണ്, അവരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ ട്രേഡ് പോളിസികൾ എങ്ങനെയാണ്, ഗ്ലോബൽ സപ്ലൈ ചെയിൻ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് 7 പോയിന്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡിമാൻഡ് സപ്ലൈ അറിയാൻ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ട്, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ് പോളിസിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇൻ്റർനാഷണൽ ലെവലിലെ ബിസിനസ്സിനെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഇന്നത്തെ വേൾഡ് ഓഫ് ബിസിനസ്സിൽ എക്കണോമിക്സ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ബൈ ഹാർട്ട് പഠിച്ചോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യമൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ഓർത്താൽ തന്നെ നമുക്ക് ഏകദേശം നമുക്കൊരു തീരുമാനം എടുക്കണം. നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് സപ്ലൈ അറിയണം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയണം, അതേപോലെ നമ്മുടെ കോമ്പറ്റീറ്റർ അറിയണം, നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, റിസ്ക് മാനേജ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ ആലോചിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. പിന്നെ ഇവിടെ വരുന്നൊരു ടോപ്പിക്കാണ്
ജസ്റ്റ് പ്രോബ്ലം ഓഫ് സ്കെയോസിറ്റി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കുക എന്താണ് സ്കെയോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചോയ്സസ് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ സമയം എത്രത്തോളം സ്പെൻഡ് ചെയ്യണം, അതേപോലെ മണി എങ്ങനെയാണ്, ബിക്കോസ് ദർ ഈസ് നെവർ ഇനഫ് ടു ദീസ് റിസോഴ്സസ് ടു മീറ്റ് ഓൾ അവർ വാണ്ട്സ് ആൻഡ് നീഡ്സ്. അപ്പം എൻ്റെ കയ്യിലുള്ള സമയം, എൻ്റെ കയ്യിലുള്ള പണം, അതെല്ലാം എൻ്റെ വാണ്ട്സും നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ ഉണ്ടായിക്കോളന്നില്ല. അപ്പോൾ അതിനെ തന്നെയാണ് എക്കണോമിക്സ് പറയുന്ന വേർഡിന് ദൗർലഭ്യത, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ നമുക്കൊരു ധാരാളിത്തമില്ല, നമുക്ക് വളരെ നമ്മുടെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ആ ഉള്ള പണത്തിൽ വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ ഉള്ള സമയത്തിൽ വേണം. അപ്പം നമ്മുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്കെയേഴ്സ് ആണ്. സ്കെയേഴ്സ് പറഞ്ഞാൽ വളരെ ദൗർലഭ്യമാണ്. നമ്മുടെ കയ്യിൽ ആകെ 10,000 രൂപ വെച്ചാൽ ആ 10,000 കൊണ്ട് വേണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സ്കെയേഴ്സിറ്റി എന്ന് പറയുന്നത് എല്ലാവരും അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെ. കാരണം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ ലിമിറ്റഡ് ആണ്. കാരണം നമ്മുടെ കയ്യിൽ അധികം പണമില്ല, സമയമില്ല, റോ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ ഒരു ലിമിറ്റഡ് റിസോഴ്സിനെ തന്നെയാണ് എന്ത് പറയുന്നത്, സ്കെയേഴ്സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളാണെങ്കിലോ അത് അൺലിമിറ്റഡ് ആണ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ വളരെ ചുരുക്കവും, പക്ഷേ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ്. കാരണം നമുക്ക് എപ്പോഴും മോർ ഗുഡ്സ് ആൻഡ് സർവീസുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്കെയേഴ്സിറ്റി നിലനിൽക്കെ എങ്ങനെ നല്ല രീതിയിൽ നമുക്കൊരു തീരുമാനം എടുത്തുകൊണ്ട് വൈസ്ലി റിസോഴ്സ് എങ്ങനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം, അപ്പോൾ എന്ത് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് ഉപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ സ്കെയേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ, റിസോഴ്സ് എല്ലാം ലിമിറ്റഡ് ആണ് എന്ന് പറയുന്ന പ്രോസസ്സാണ് സ്കെയേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ആ ഒരു സ്കെയോസിറ്റി, ഡിമാൻഡ്, സപ്ലൈ തമ്മിലുള്ള ഒരു റിലേഷൻ ഇവിടെ പറയുന്നുണ്ട്. അതൊന്നും ഇനി ആവശ്യമില്ല. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കെയോസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കാരണം ഇത് നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് സ്കെയോസിറ്റി. പിന്നെ ഡിമാൻഡ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൗ മച്ച് പീപ്പിൾ ആർ വില്ലിങ് ടു പേ ഫോർ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ഞാൻ അതിനൊരു വില നിശ്ചയിക്കും. ഇത്ര രൂപയാണെങ്കിൽ ഞാനത് വാങ്ങിക്കും. അപ്പോൾ എൻ്റെ കപ്പാസിറ്റിയാണ് അത്, എൻ്റെ ആഗ്രഹം. എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, അത് വാങ്ങാനുള്ള കഴിവും എൻ്റെ കയ്യിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പണവും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാകുന്നത്. ഡിമാൻഡ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ജനങ്ങൾ ഒരുപാട് പണം അത് നേടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സപ്ലൈ ചെയ്യുന്ന ആളുകളെ വീണ്ടും വീണ്ടും എൻകറേജ് ചെയ്യാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ പ്രൊഡക്റ്റ് വളരെ സ്കെയേഴ്സ് ആണെങ്കിലോ പീപ്പിൾ വിൽ ഓഫൺ പേ ഹയർ പ്രൈസസ് ടു ഗെറ്റ് ഇറ്റ്. അങ്ങനെ ധാരാളം ഒന്നും കിട്ടുന്ന പ്രൊഡക്റ്റ് അല്ല വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ എന്ത് വില കൊടുത്തും അതിന് കഴിവുള്ള ആളുകൾ അത് വാങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിമാൻഡിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു സംഭവമാണ് സപ്ലൈ എന്ന് പറയുന്നത്. കാരണം ഒരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് എങ്ങനെയൊക്കെ അവൈലബിൾ ആവുന്നു അതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനധികം എല്ലാവരിലും എത്താൻ സാധിച്ചോളന്നില്ല, ലിമിറ്റഡ് സപ്ലൈ ആയിരിക്കും. പക്ഷേ ഡിമാൻഡ് നല്ലോണം ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രൈസ് വിൽ ടെൻ ടു റൈസ്. ഒരു പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡാണ്, പക്ഷെ അത് എവിടെയും കിട്ടാനില്ല എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാവുക, അതിൻ്റെ പ്രൈസ് എപ്പോഴും കൂടിക്കൊണ്ട് പോകും. തിരിച്ചാണെങ്കിൽ തിരിച്ചും അത് എവിടെയും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആ വലിയ ഡിമാൻഡും ഇല്ലെങ്കിൽ എന്താ, പ്രൈസ് അവിടെ കുറയും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കെയേഴ്സിറ്റിയും നമ്മുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ റിലേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ, അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വേൾഡ് ബിസിനസ്സിൽ എക്കണോമിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസും, പിന്നെ ജസ്റ്റ് 3 ടോപ്പിക് ഒന്ന് പറഞ്ഞത് മാത്രം, സ്കെയേഴ്സിറ്റി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് പഠിച്ചോളൂ. ഓക്കെ. ഇതെല്ലാം 3 മാർക്കിനും 6 മാർക്കിനും ഈവൻ എസ്സേക്ക് വരെ വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതൊന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ പോയിന്റുകളൊന്ന് പഠിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു.